ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. പരേതന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. അനുദപിക്കുന്ന സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളെയും പരിമള സസ്യങ്ങളെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനം ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനീയമായ കൃത്യത്തിന് അനുകൂലമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവനം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മയിലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മണ്ണിൽ നിന്നാറത്തെ ശിക്ഷിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്താനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യന് നിക്ഷേപം കിട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ദ്രവനാമിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തെടുവാണിടവാൻ ദാസനവരമെന്നരുളേണം. ആശ്രയമതിലമടയ്ക്കുന്നു ലോകം
വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നേടും. മധ്യമുണരുന്നു ചെയ്യുള്ളോടും ചെയ്യലാകും. മധ്യദേവം സകലേശം ഇതരൂതനമാക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ക്രമനാം മിശിഹാകർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ നീ അണയുന്നു. കരുണയുടെ നടക്കണമേ നല്ലവരത്തു വളർത്താവേ. നൽകണമേ നിത്യായുസ്സി പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവേ മിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായേ, അങ്ങയുടെ കൃപയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായേ, ഇത് ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായേ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായേ, അങ്ങയുടെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഭവിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങളെ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവാത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറി ഇളകും കടൽ പോലെ. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടികൾ പോയാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. കൂടെ പോരും ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ വൃദ്ധരെ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ
തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ
ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം.
ഉദ്ഘാടകരായ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമുക്കേറെ പ്രിയങ്കരനായ വെളിവെട്ടത്ത് പൊന്നാട്ടം സാറ് 76 വർഷം ഈ ലോകത്ത് ജീവിച്ചു. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചു. ഇന്ന് ജീവിതത്തിൻ്റെ കണക്കുകളുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിത്യസൗഭാഗ്യത്തിനായിട്ട് സൗഭാഗ്യത്തിനായിട്ട് യാത്ര തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹധർമ്മിണി ലീലമ്മ ചേച്ചിയോടും പ്രിയപ്പെട്ട മക്കൾ ജെസ്സിയോടും ലൗസിയോടും സെലിമിനോടും നമുക്കുള്ള അനുശോചനം അറിയിക്കാം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ലോകത്തിൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടതുണ്ട്. അത് ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ്. സാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ നാട്ടിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമ്മുടെ സ്കൂളിലെ അധ്യാപകനായിട്ട്, മറാല സ്കൂളിലെ പ്രധാന അധ്യാപകനായിട്ട്, കരികണ്ണം പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായിട്ട്, ഇടവകയെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ട് ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിരുന്ന ഒരു ഇടവകം എന്നുള്ള നിലയിലൊക്കെ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ഇന്ന് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്, നമ്മോടത്തോട് യാത്ര പറയുകയാണ്. അദ്ദേഹത്തിന് അഭിമാനം അർപ്പിക്കാൻ വേണ്ടിയിട്ട് നാം എല്ലാവരും ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. ധാരാളം കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്ത വലിയ ഒരു ഗുരുവാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ യാത്ര ചോദിക്കുന്നത്. മരണം എപ്പോൾ വരുമെന്നോ, എവിടെ വെച്ച് വരുമെന്നോ, എങ്ങനെ വരുമെന്നോ, എന്ന് വരുമെന്നോ നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. വളരെ ചെറുപ്പത്തിലെ നമ്മളിത് വേർപിരിഞ്ഞു പോയ പലരെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ഈ ലോകത്ത് നിന്ന് കടന്നുപോയ ആളുകളുണ്ട്. സാറ് ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ വിധത്തിലും എല്ലാവർക്കും പ്രിയങ്കരനായ അദ്ദേഹം ദൈവത്തിന്റെ ആ വലിയ നിയമത്തിന് ഇന്ന് കീഴ്വഴങ്ങിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തുനിന്ന് കടന്നു പോകേണ്ടവരാണ്. മരണത്തെക്കുറിച്ച് ഒരു ക്രൈസ്തവൻ, ഒരു കത്തോലിക്കൻ, ഒരു ഈശ്വര വിശ്വാസം ചിന്തിക്കുമ്പോൾ അവനെ അതൊരു പുനർജന്മമാണ്, നിത്യമായ ഒരു ജീവിതത്തിലേക്കുള്ള പ്രവേശനം. തൻ്റെ ഈ ലോകത്തെ ജീവിതം ആ നിത്യജീവിതത്തിലുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ മരണത്തിലെ സംസ്കാരത്തില് നമ്മൾ മുന്നിൽ ചെയ്യുന്ന അവസരത്തില് മരിച്ചുപോയ വ്യക്തികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവന്റെ മരണത്തെക്കുറിച്ച്, അവന്റെ ജീവിതത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തെക്കുറിച്ചാണ്, നമ്മുടെ മരണത്തെക്കുറിച്ചാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്ത് നമ്മളൊക്കെ കടന്നു പോകേണ്ടവരാണ്. ഇതുപോലെ ശവമഞ്ചത്തിൽ കിടക്കേണ്ടവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ശവമഞ്ചത്തിൽ ചുറ്റി നിൽക്കുന്ന അവസരത്തിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയുമോ ചീത്തയായിട്ടുള്ളത് പറയുമോ നമ്മളൊന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക, ഒന്ന് ആത്മശോധന ചെയ്യുക. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ശരിയായിട്ട് വിലയിരുത്താനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തിനും സഹോദര നന്മയ്ക്കും ഉപയുക്തമാണോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക. കൂടെ കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വലിയ കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടാകില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ച ആ കാര്യങ്ങൾ അത് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ കൂടുതൽ ധന്യത നമുക്ക്
എല്ലാ വിധത്തിലും അലങ്കൃതമായ ഒരു ശ്രമമഞ്ചത്തിലാണ് ഈ സഹോദരൻ നമ്മളിന്ന് കടന്നു പോകുന്നത്. അരകത്തിന് അഭിവാദനം അർപ്പിക്കുവാൻ അരകത്തിന്റെ സുഹൃത്തുക്കളും സഹപാഠികളും സഹപ്രവർത്തകരുമായിട്ടുള്ള നിരവധി ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഇത്ര വലിയ ഒരു ജനസംഖ്യയും ഈ ദേവാലയത്തിൽ നിന്ന് ഒന്നിച്ചു ചേർന്നിരിക്കുന്ന വഴിയിൽ അരകത്തിന്റെ നന്മ പ്രവർത്തികളാണ് ഇത്ര വലിയൊരു ജനക്കൂട്ടത്തെ ഇങ്ങോട്ട് ആകർഷിച്ചത്. ഇന്നലെ വൈകുന്നേരവും അരകത്തിന്റെ ഭവനത്തില് സന്ദർശിക്കാൻ വേണ്ടി വന്ന അവസരത്തില് ധാരാളം ആളുകൾ വരികയും അന്ത്യാഭിവാദനം അർപ്പിക്കുകയും അരകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. തീർച്ചയായും പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രിയമുള്ളൊരു ജീവിതം ഞങ്ങൾ നയിക്കും എന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് വേദനയുടെ നിമിഷമാണ്. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളും കണ്ണീരും ഒക്കെ അവസാനിപ്പിച്ച് അവൻ നിത്യസൗഭാഗ്യത്തിനായിട്ട് പോകുമ്പോൾ തീർച്ചയായും അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം, ധന്യമായ ഒരു ജീവിതം, അവൻ ലക്ഷ്യമിച്ച ഒരു ജീവിതം, ആ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. പക്ഷേ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവൻ, എന്നിലും വിശ്വസിക്കുവൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങൾ സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നെന്ന് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഇത് നമ്മൾ ആരുടെയും വാക്യമല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ദൈവം, ഈശോ മരിച്ചവരുടെ മുക്തനായി ആ ഉദ്ധാനത്തിൽ പങ്കുചേരേണ്ടവരാണ് നമ്മൾ. മാമോദിസായുടെ സഭയിൽ അംഗങ്ങളായി തീർന്നു. യേശുവിന്റെ മൗലികത്തിൽ അംഗങ്ങളായി തീർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഉയർപ്പിക്കപ്പെടേണ്ടവരാണ്. ആ ഒരു പ്രത്യാശയാണ് നമ്മെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ വളർത്തുന്നത്. നമ്മുടെ പുരാശാസ്ത്രീകരണങ്ങളും നമ്മുടെ ദിവ്യബലിയും ഒക്കെ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കേണ്ടവരാണ്. ആ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ഓരോരുത്തരും നൽകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഈ വചനത്തിലൂടെ യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തിയ ആ 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന അവസരത്തിൽ നമുക്ക് ആശ്വാസം ലഭിക്കുകയാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒത്തിരി നന്മകൾ അദ്ദേഹം ചെയ്തു. ഈ നന്മകളുമായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തന്റെ സൽപ്രവർത്തികളുമായിട്ട് അദ്ദേഹം കടന്നു പോവുകയാണ്. അരകത്തിൽ മാത്രമായി സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ നിലനിൽക്കുവാൻ, ക്രൈസ്തവ വിശ്വാസം വളരുവാൻ, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ദൈവമഹത്വത്തിന് വേണ്ടി, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങനെ ധന്യമായ ഒരു ജീവിതം നമുക്ക് കൈപ്പിടിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇദ്ദേഹത്തിന് വേർപാട് വേദനിക്കുന്ന ഓരോരുത്തരെയും ഈ അവസരത്തില് വികാരിയച്ഛന്റെ പേരില്, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വൈദികരുടെയും പേരില്, കുടുംബാംഗങ്ങളെയും മറ്റെല്ലാവരെയും ഈ അവസരത്തില് അനുശോചനം അറിയിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. Shiva
കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. കുട്ടാനുദ്ദേശികളിൽ നിന്ന് മരിച്ചവരെ അർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെ ഭൂമിയിലെയും ധാരാളമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ദുരാശകളാൽ എന്റെ ആത്മാവിൽ പ്രതാപനം ചൊല്ലുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയത്തിൽ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായി. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ സത്യത്തെയും കണ്ണടത്തേരാക്കുകയും മരണശേഷിയും ചർച്ചയാകുകയും ദൈവമാകട്ടെ. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല, ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. പ്രാർത്ഥന തൻ പൂത്താലവുമായി നിന്ന സന്യാസിനികളെ വൈദികരെ, പ്രാർത്ഥന തൻ പൂത്താലവുമായി നിന്ന സന്യാസിനികളെ വൈദികരെ, അൾത്താരയിലെ ശുശ്രൂഷികളെ യാത്ര ചോദിക്കുന്നു മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിഷമം കൊള്ളുന്ന കബറിടം മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ദൈവത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് എന്റെ ജീവിതത്തിനുണ്ടാവുന്ന യാപനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെ മനസ്സിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെ തെളിക്കുക. ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർത്തിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലുതാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ദൈവത്തിന്റെ ആശ്രമനെ സഹായിക്കട്ടെ. ജീവന്റെ ഗണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടെ അന്തിമവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലവരുത്തു വലംഭാഗേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ രൂപായി മൃതനാമിൽ കനിവേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർത്തേണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾക്ക് കാലം നീയേകുന്നു. നാഥ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സുഖത്തിനെ ശ്രദ്ധിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. രാജ്യം തേടും മനുഷ്യഭാഗ്യം. സന്നദ്ധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പാപങ്ങളിൽ നിന്ന്
മറ്റു കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. എല്ലാവരും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രയം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മകനീയമായ നിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിക്കുന്നവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെ നാഥനാണ് ദൈവം. നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സകലാത്മാവിനെ പ്രവേശിപ്പിച്ചത് പോയ വിശുകാല മൗരീശത്തെ അങ്ങനെ അനുഗമിക്കുകയും ഈ മതസംസ്കാരം സ്വീകരിച്ച ആളെ ബഹുമാനിപ്പിക്കുക. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും
വേഗമവർ സ്വർഗസിയോ പുരിയിൽ ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ എന്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ
1000 തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. അറിയാതെയോ അറിവില്ലാതെയോ ചെയ്ത തെറ്റുകൾ ദൈവം ക്ഷമിച്ചിടട്ടെ. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദിവ്യശരീരവും രക്തവുമാത്മീയ ഭോജനമാക്കിയ ദാസരോടായി. ദാസരോടായി ദാസരോടായി അന്തിമയാത്രയല്ലോ ഞങ്ങളേകും നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകും നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേ
അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. അനുവാദമില്ലിനി ഈ മണ്ണിൽ തുടരാൻ അധികാരമുള്ള നാഥനെന്നെ വിളിച്ചു. ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, ഇവിടൊരു സഞ്ചാരി, വെറുമൊരു സഞ്ചാരി, എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. എന്റെ സ്വന്ത ദേശത്തേക്ക് യാത്രയായിടുന്നു ഞാനിപ്പോൾ. വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ, അനശ്വരമായ ഗേഹമകലേ. വാസം ഭൂമിയിൽ ശാശ്വതമല്ലല്ലോ, അനശ്വരമായ ഗേഹമകലേ.